ഗാംഗുലിയോളം തന്നെ പ്രിയപ്പെട്ടയാളായിരുന്നു എനിക്ക് നഗ്മയും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നഗ്മ ഞങ്ങളെയൊക്കെ ഭയങ്കരമായി ആവേശം കൊള്ളിച്ചിരുന്നു. സംഗീത ബിജലാനിയും അസറുദ്ദീനും പ്രേമിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഗാംഗുലിയെ പോലൊരാൾ നഗ്മയെ കൊണ്ടുപോകുന്ന അക്കാലത്തൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അക്കാലത്ത് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ മാണിക് ഭാഷ ഉയർത്തിയ ഒരു വെല്ലുവിളി, ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ. ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു പ്രശ്നം ശരിക്കും മനുഷ്യരിലേക്കുള്ള എൻ്റെ നോട്ടങ്ങൾക്കുണ്ട്. പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവസാനത്തെ ഗാന്ധി എന്നെഴുതുന്ന സമയത്ത് ആ ടൈറ്റിലൊരു സംഗതിയുണ്ട്. നഷ്ടങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഉടനീളം നാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. അത് മുത്തശ്ശിയുടെ വെടിയുണ്ട കൊണ്ട് കീറി പറഞ്ഞു പോയ ഉടലാവട്ടെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കിട്ടാതെ ചിതറിത്തെറിച്ചു പോയ അച്ഛൻ്റെ ഉടലാവട്ടെ, ഇന്ത്യ എന്താണ് രാഹുലിന് കൊടുത്തത്? ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പ്രേമത്തെക്കുറിച്ച് ആളുകൾ പറയാത്തതെന്ന് ഞാൻ ആലോചിക്കും. ഇന്ത്യയിൽ നിന്ന് മൗണ്ട് ബാറ്റൺ പോയതിന് ശേഷം മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുമായിരുന്നു നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു എന്ന ചർച്ച വലിയ വിവാദമായി അക്കാലത്തും ഇക്കാലത്തും നിലനിൽക്കുന്നത്. പോയതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറത്ത് മൗണ്ട് ബാറ്റൻ്റെ മകൾ അമ്മയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മൗണ്ട് ബാറ്റൻ്റെ മകൾ എഴുതുന്നുണ്ട്, ഇവിടെ നിന്ന് പോയതിന് ശേഷം അമ്മ അങ്ങേയറ്റം ദുഃഖിതയായിരുന്നു. നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ലേഡി എന്ന് പറയുന്നത് ജുമാന ഹദാത്താണ്. ജുമാന ഹദാത്ത് ഉണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിപ്ലവമാണ്. ഇൻ്റർവ്യൂവിലുടനീളം നിങ്ങളെ ചമ്മിക്കുന്ന, തഗ്ഗടിക്കുന്ന, ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നിഷ്പ്രഭമാക്കുന്ന ഉത്തരങ്ങളെന്ന് പറയുന്നത് ഒന്നും അല്ലാതെ ഉത്തരങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു അഭിമുഖം എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ എന്നെ ഇത്രമാത്രം അമ്പരപ്പിച്ച ഒരു സ്ത്രീ ഉണ്ടാവില്ല. അത്രയും ബഹുമാനം എനിക്ക് ജുമാനയോടുണ്ട്. അറേബ്യയാണ് ജുമാനയുടെ നാട്. അറേബ്യ പോലൊരിടത്ത് നിന്ന് ഒരു സ്ത്രീ ഒരു ഇറോട്ടിക് മാഗസിൻ്റെ എഡിറ്ററായി ജീവിക്കുന്നു എന്നത്, ജസാദ് എന്നൊരു മാസിക അവിടെ പൊതുവിടത്തിൽ വിൽക്കാൻ അനുവാദമില്ലാത്ത കവറിലൊക്കെ ഇട്ട് ഒട്ടിച്ച് നാം ഒളിച്ച് കടത്തുന്ന പോലെ കടത്തുന്ന ഒരു മാഗസിനാണ് ജസാദ് എന്ന് പറയുന്നത്. ആ മാഗസിൻ്റെ എഡിറ്റർ ഒരു സ്ത്രീയാണ്. അവരാണ് ജുമാന ഹദാദ്. അപ്പോൾ ജുമാന ഹദാദിനോട് അതിൻ്റെ കൗതുകം ചോദിക്കാനാണ് ഞാൻ ഇരുന്നത്. അതിനിടയിൽ ജുമാനയുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു തലക്കെട്ടുണ്ട്, ഐ കിൽഡ് ഷഹറാസാദ് എന്നാണ് ആ തലക്കെട്ട്. ഞാൻ ഷഹറാസാദിനെ കൊന്നു. ഞാൻ ജുമാനയോട് ചോദിച്ചു, ഇന്ത്യയിൽ ഞങ്ങളൊക്കെ ഫെമിനിസം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ച കാലത്ത് ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ തന്നൊരു ഒരു കൾട്ട് ഫിഗറായിരുന്നു സത്യത്തിൽ ഷഹറാസാദ് എന്ന് പറയുന്ന. 1001 രാവുകൾ വായിക്കുന്നു, അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു, കൊല്ലാൻ അവൾ പിടികൊടുക്കുന്നില്ല. അവൾ കഥ പറഞ്ഞ് രാജാവിനെ പറ്റിച്ച് 1001 രാത്രികളിൽ ജീവിക്കുകയാണ്. എന്ത് രസമുള്ള കോൺസെപ്റ്റാണെന്ന് ചോദിച്ചപ്പോൾ ജുമാന എന്നോട് പറഞ്ഞു, ആ സ്ത്രീയുടെ കാലം കഴിഞ്ഞു. അങ്ങനെ കൗശലമൊന്നും കാണിച്ച് കബളിപ്പിച്ചൊന്നും മുന്നോട്ട് പോവണ്ട. സ്ത്രീയിന് പറയാനുള്ളത് നേരെ ചൊവ്വേ പറഞ്ഞങ്ങ് പോയിക്കോളും. അങ്ങനെ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിന്ന് തരാൻ തയ്യാറല്ല എന്ന് പറയാൻ തയ്യാറാവാതെ നിങ്ങളുടെ മുമ്പിൽ ഈ അഴകുഴമ്പൻ എസ്കേപ്പിംഗ് നടത്തി എത്ര കാലം പെണ്ണു പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഉള്ളിലിപ്പോഴും കൊണ്ട് നടക്കുന്ന ഷഹറാസാദിൻ്റെ ഭാരമാണ് സ്ത്രീയുടെ ഭാരം എന്ന് പറയുന്നത്. അതാണ് കോംപ്രമൈസിലേക്ക് നിങ്ങളെ നയിക്കുന്നത്, അതാണ് നിങ്ങളെ തട്ടിപ്പിലേക്ക് നയിക്കുന്നത്, അതാണ് നിങ്ങളെ കൗശലത്തിലേക്ക് നയിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷഹറാസാദിനെ സിമ്പിളായി അങ്ങ് കൊന്നുകളഞ്ഞാൽ നിങ്ങളൊരു പുതിയ സ്ത്രീയാവും. ആ സ്ത്രീയാണ് പുതിയ ലോകത്തെ പ്രതിദാനം ചെയ്യുന്ന സ്ത്രീ എന്നവർ പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. നമ്മളാരും നോക്കാത്ത നോട്ടമാണ്. നമ്മൾ ആ കാലഘട്ടത്തിലായിരുന്നു അറേബ്യൻ രാവുകൾ വായിക്കുന്നത് തന്നെ. ഇവർ ഓരോ ദിവസം കഥ പറയുന്നത്, നമ്മൾ ഒരുപാട് രാത്രികളിൽ നമ്മൾ ഈ കഥകൾ ആവർത്തിച്ച് വായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അറേബ്യൻ രാവുകൾ പുസ്തക രൂപത്തിൽ നമ്മൾ വായിച്ച് തീർക്കുന്നത്. അപ്പോഴും നമുക്ക് ഇവരോട് തോന്നിയൊരു ബഹുമാനമുണ്ട്. ഓരോ ദിവസവും പറയുന്ന കഥകളുടെ ആ ട്രിക്ക് ഈ ട്രിക്ക് ഇങ്ങനെ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് നമുക്ക് കൂടി വന്നു. പോകുന്തോറും നമുക്കത് രസകരമായി വന്നുകൊണ്ടിരുന്നു. ആ സ്ത്രീയാണ് ഇവർ ജുമാന പറയുന്നത് ഈ ട്രിക്കാണ് സത്യത്തിൽ സ്ത്രീയുടെ ജീവിതം എന്നാണ്. ഒരു സ്ത്രീ ഇവിടെ ജീവിക്കുന്ന ജീവിതം ഈ ട്രിക്കാണ്. ഇങ്ങനെ തന്ത്രപരമായി വല്ലതുമൊക്കെ പറഞ്ഞ് ആണുങ്ങളെ പറ്റിച്ച് ആണുങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്
സൗജന്യമായി കിട്ടുന്ന ഒരു ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വരുന്നുണ്ട് സ്ത്രീ. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് സിമ്പിളായി ജുമാന നമ്മോട് പറയുന്നത്. അതുപോലെ ഈ ലിജീഷ് മുമ്പ് പറയുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്ത്രീകൾ തുണിയഴിക്കുന്നിടത്ത് ആണ് നമ്മളൊരു പുതിയ കാലത്തെ അല്ലെങ്കിൽ പുതിയൊരു ലോകം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. അതേ അർത്ഥത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആക്കുന്ന, ലോകത്തോട് വിളിച്ചു പറയുന്ന, ഒരു തരത്തിലും അവർക്ക് റിഗ്രറ്റ് ഇല്ലാതെ കൃത്യമായ ആശയം പറയുന്ന, അത് പറയുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ലേ, ആ ഇൻ്റർവ്യൂവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ക്ലാരിറ്റിയുള്ള വർത്താനം ഒരുപക്ഷെ വേറെ ആരും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അത്ഭുതം തോന്നിയില്ല അത്? ശരിയാണ്. വഴിതെറ്റി പോകുന്നതിനെക്കുറിച്ച് ജുമാനയോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ജുമാന എന്നെ ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാക്കി കളഞ്ഞിട്ട് ജുമാന പറഞ്ഞൊരു മറുപടിയുണ്ട്. എനിക്കിഷ്ടമുള്ള വഴിയാണ് വഴി. എനിക്കിഷ്ടമില്ലാത്ത വഴിയിലൂടെ ഞാൻ നടക്കേണ്ടി വരുമ്പോഴാണ് ഞാൻ തെറ്റിയ വഴിയിലൂടെ നടക്കുന്നത്. എനിക്കിഷ്ടമുള്ള, ഞാൻ പോവാൻ ആഗ്രഹിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ അത് തെറ്റിയ വഴിയല്ല. വഴി തെറ്റുക എന്നതിന് നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ നടക്കുക എന്നാണ് അതിനർത്ഥം. സ്ത്രീക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് വഴിതെറ്റലാണ്. അവരാഗ്രഹിക്കാത്ത വഴികളിലൂടെ അവർക്ക് നടക്കേണ്ടി വരുന്നു. ആഗ്രഹിച്ച വഴിയിലൂടെ നടക്കുന്ന പെണ്ണുങ്ങൾ തെറ്റാതെ നടന്നുകൊള്ളൂ. അതിന് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ജുമാന ഹദാദ് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട അപൂർവം മനുഷ്യരിൽ, അപൂർവം സ്ത്രീകളിൽ എന്ന് പറയുന്നതിനേക്കാളും അപൂർവം മനുഷ്യരിൽ ഒരാളാണ്. അത്ര പവർഫുള്ളായിരുന്നു ജുമാന. ജുമാനയുടെ നോട്ടവും ജുമാനയുടെ എഴുത്തും ജുമാനയുടെ സംസാരവുമെല്ലാം അത്രമേൽ തീക്ഷ്ണമായിരുന്നു. ഈ ഫാൻറ്റസീസിനെ കുറിച്ച്, പ്രത്യേകിച്ച് സെക്ഷൽ ഫാൻറ്റസീസിനെ കുറിച്ച് തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. സെക്സ് പോലും ഒരുപക്ഷെ എങ്ങനെയാണ് അവർക്ക് വന്നു ചേരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക്, സ്വയംഭോഗം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത സ്ത്രീകളുള്ള നാട്ടിൽ ആണ് നമ്മൾ ഈ ഫാൻറ്റസീസിനെ കുറിച്ചൊക്കെ ഇനി സംസാരിക്കാൻ പോകുന്നത്. അവിടെയാണ് ജുമാന പറയുന്ന വർത്താനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ സംസാരിക്കാതെ എന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് കഞ്ചാവിനകത്ത് ഞാൻ ആൻഡ്രൈസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഫാൻറ്റസികളെക്കുറിച്ച് ആൻഡ്രൈസിനോട് ചോദിക്കുന്നൊരു ചോദ്യത്തിന് ആൻഡ്രൈസ് പറയുന്ന ഉത്തരം, ഫാൻറ്റസികളുണ്ടോ പെണ്ണുങ്ങൾക്ക് എന്ന് നിങ്ങൾ ചോദിക്കും, ഫാൻറ്റസികളേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് എന്ന് ആൻഡ്രൈസ് പറയുന്നുണ്ട്. സത്യത്തിൽ ഒരുപാടേറെ ഫാൻറ്റസികളുണ്ട് നമ്മളുടെ പെണ്ണുങ്ങൾക്ക്. ആ ഫാൻറ്റസികളെ കേൾക്കാനോ ആ ഫാൻറ്റസികളെ ചേർത്ത് നിർത്താനോ മാത്രം നാം വളർന്നിട്ടില്ല, നമ്മളുടെ സമൂഹം വളർന്നിട്ടില്ല എന്നൊരു പരിമിതിയാണ് പലപ്പോഴും ആഗ്രഹിച്ച ജീവിതം ജീവിക്കാതെ പെണ്ണുങ്ങൾക്ക് മരിച്ചു പോവേണ്ട ലോകമായി ഈ ലോകം മാറുന്നതിന് കാരണം. ആ ലോകത്തോടുള്ള പ്രതിഷേധം, നമ്മുടെ നേരത്തെ രേഷ്മ ഖുറേഷിയെക്കുറിച്ച് പറഞ്ഞ പോലെ എത്ര പേർക്ക് പ്രതിഷേധിക്കാൻ കഴിയും എന്നത് കാലങ്ങൾക്കിപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. നാം ഈ സമരം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നതൊരു പ്രശ്നമാണ്. അടിസ്ഥാന മൗലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളുടെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീ സമരം തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. വർഷങ്ങൾക്കിപ്പുറത്തും സ്ത്രീക്ക് ആ ഇടം അനുവദിച്ച് കിട്ടിയിട്ടില്ല. അനുവദിച്ച് കിട്ടേണ്ട ഇടമല്ല, നാം എത്തിപ്പിടിക്കേണ്ട ഇടമാണ്, നാം കയറിയിരിക്കേണ്ട കസേരയാണ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു കസേരയിൽ കയറിയിരിക്കാൻ വണ്ണം ഇവിടുത്തെ എക്കോസിസ്റ്റം ഇപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടില്ല സ്ത്രീയുടെ മുമ്പിൽ. ജുമാന ശരിക്കും പോസ്റ്റ് ഫെമിനിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ ജെൻഡറല്ല അവിടെ പരിഗണിക്കുന്നത്. ശരിക്കും ആർക്ക് വേണോ ഫെമിനിസത്തെ കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഫെമിനിസം എങ്ങനെയാണോ വളരുന്നതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ചില സങ്കുചിതമായ കാഴ്ചപ്പാടുകൾക്കുള്ളിൽ നമ്മൾ ചിലരൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദോഷവും കൂടെ കിട്ടും. അത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും അവർ പോസ്റ്റ് ഫെമിനിസത്തെ മുൻപോട്ട് വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിലുള്ള കുറേ സ്ത്രീകൾ ഉയർന്നു വന്നിരുന്നെങ്കിലെന്ന് എൻ്റെ മനസ്സിങ്ങനെ കൊതിക്കുന്നുണ്ട്. പല നാടുകളിലായിട്ട് കുറേ ജുമാനമാർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുതിയ ജനറേഷൻ നാം ഉന്നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം നാം വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറികടന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിപ്പോഴും ഒരു പൊതുവിടത്തിനകത്ത് ആർജിക്കണമെന്നാഗ്രഹിക്കുന്ന പലതിനെയും പുതിയ തലമുറ മറികടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. നാം അത് കാണാഞ്ഞിട്ടാണ്. നാം ജീവിക്കുന്ന നവമാധ്യമങ്ങളുടെ ലോകത്തിൽ പോലും ഒരുപക്ഷെ ഫേസ്ബുക്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകമല്ല ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ചുറ്റും ഉണ്ടാവുക. ഫേസ്ബുക്കിനകത്ത് നാം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പലതും ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയാൽ അത്തരം പ്രശ്നങ്ങളെ ആ ലോകത്ത് നടന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ അടുത്ത് കേരളം വലിയ രൂപത്തിൽ ലൈംഗിക അപവാദ കേസുകളൊക്കെ
നേരിട്ട സമയത്ത് അത്തരം ഇഷ്യൂകളൊക്കെ വലിയ ചർച്ചാ വിഷയമായി നമ്മളുടെ പത്രമാധ്യമങ്ങളിലുണ്ട്, നമ്മളുടെ ചാനൽ മുറികളിലുണ്ട്, ഫേസ്ബുക്കിൽ തീർച്ചയായും അതുണ്ട്. അവിടെ പരസ്പരമുള്ള ചെളിവാരിയേറുകൾ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇത്തരം യാതൊരു ചർച്ചകളും ഞാൻ കാണുന്നില്ല. പുതിയ ജനറേഷൻ നാം ആർജിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയാത്ത ഇടമൊക്കെ പിന്നിട്ട് ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ജുമാനമാർ ലോകത്തുണ്ടായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും വിസിബിൾ ആവാത്ത ജുമാനമാർ നമ്മളുടെ പുതിയ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കാലം അവരെ സത്യത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരാശ്വാസമാണ്. അത്തരം ചെറിയ സമരങ്ങളല്ല തസ്ലീമ നസ്രീൻ നയിച്ചിട്ടുള്ളത്. തസ്ലീമയുടെ സമരങ്ങൾ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. പലായനത്തിൽ നിന്ന് പലായനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസം കെടുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർക്ക് ആത്മവിശ്വാസം കെടാതെ ജീവിക്കാൻ പറ്റുക? നമ്മൾ ചെറിയ സമരങ്ങൾ പോലും നയിക്കുന്നില്ല. ഇവിടുത്തെ വ്യവസ്ഥിതിയുടെ എന്ത് തരത്തിലുള്ള ദുഷിപ്പുകളും എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത്, ട്രിക്സിലൂടെ മറികടക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കൊക്കെ ഉള്ളത്. അതിനോടൊന്നും പ്രതികരിക്കാതെ സമരസപ്പെട്ട് സമയം കളയാതെ മുന്നോട്ട് പോകുമ്പോൾ അവർ നാട് മുഴുവനും ഇങ്ങനെ അലഞ്ഞാലും കുഴപ്പമില്ല, സമരങ്ങൾ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അസാധ്യമാണ്. നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. അവരുടെ മുമ്പിലൊക്കെ പോയിരിക്കുമ്പോൾ എന്തായിരുന്നു ഈ CAയുടെയും NRCയുടെയും ഒക്കെ പ്രശ്നം രൂക്ഷമായ സമയത്താണ് തസ്ലീമയെ ഞാൻ കാണുന്നത്. തസ്ലീമയെ കണ്ടു. തസ്ലീമയോട് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ആളുകളെ പുറത്താക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. CAA NRC ഒക്കെ നമ്മളെ ചുറ്റും പേടിപ്പിച്ചുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്താക്കപ്പെടുമെന്ന പേടിയുണ്ടോ തസ്ലീമയ്ക്ക് എന്നാണ്. ഇവിടെയാണ് അഭയം, ഈ രാജ്യമാണ് അഭയം കൊടുത്തിരിക്കുന്നത്. നമ്മളെ ബോധ്യമാണ്, നമ്മളാണ് വിചാരിക്കുന്നത് നമ്മൾ ആർക്കും അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. തസ്ലീമയുടെ ഞാൻ ചോദിക്കുകയാണ്, പുറത്താക്കപ്പെടും എന്ന പേടിയുണ്ടോ? തസ്ലീമനോട് പറഞ്ഞു, ഞാൻ ആദ്യമായല്ല പുറത്താക്കപ്പെടുന്നത്, ഇതെൻ്റെ ജീവിതാവസ്ഥയാണ്. പുറത്താക്കപ്പെടുക എന്നത് ഒരവസ്ഥയായി കൊണ്ടു നടക്കുന്ന ഒരാളോടാണ് നാം പുറത്താക്കപ്പെടും എന്ന പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. വളരെ കുട്ടിക്കാലത്ത് തസ്ലീമ ഗോ ബാക്ക് എന്നെഴുതി വെച്ച വലിയ പോസ്റ്ററുകൾ കണ്ട്, തൻ്റെ വീട്ടിന് ചുറ്റുമുള്ള ആളുകളുടെ ഉച്ചത്തിലുള്ള ഗ്വാഗ്വാ വിളികൾ കണ്ട് അതിനിടയിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാളാണ് തസ്ലീമ നസ്രീൻ എന്ന് പറയുന്നത്. അതിനുശേഷം ബംഗാളിൽ വരുന്നു. ബംഗാളും അവരോട് കാണിച്ചത് മറ്റൊന്നായിരുന്നില്ല. പലയിടങ്ങളിൽ അവർക്ക് രാഷ്ട്രീയ അഭയം കിട്ടുമ്പോഴും ആ ഇടങ്ങളിലൊന്നും ഞാനൊരു അഭയാർത്ഥിയായി വന്നു കയറിയ ആളാണ് എന്ന ഇൻസെക്യൂരിറ്റിയോടുകൂടെ ജീവിച്ചൊതുങ്ങുകയായിരുന്നില്ല തസ്ലീമ. അവിടുത്തെ സാഹചര്യങ്ങളോട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴൊക്കെ മുമ്പ് കലഹിച്ചതിനേക്കാൾ ഉച്ചത്തിൽ കലഹിക്കാൻ തയ്യാറായൊരു തസ്ലീമയുണ്ട്. തസ്ലീമ പറയുന്ന പല രാഷ്ട്രീയ നിലപാടുകളോടും നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും. തീർച്ചയായും ഞാൻ എന്നെ എടുത്താലും രജനീഷിനെ എടുത്താലും ഒക്കെ നമ്മൾ ഒരാൾ അഭിമുഖം നടത്തുമ്പോൾ നമുക്കുള്ള ദൗത്യമെന്ന് പറയുന്നത് അയാളെ കേൾക്കുക എന്നതാണ്. അത് ഒരിക്കലും നമ്മളുടെ രാഷ്ട്രീയ നിലപാടായിരിക്കണമെന്ന് പോലുമില്ല. അയാളുടെ രാഷ്ട്രീയ നിലപാട് കേൾക്കാനും യോജിച്ചോ വിയോജിച്ചോ കൊണ്ട് അത് കേട്ടിരിക്കാനുമാണ് നാം മുതിരേണ്ടതെന്ന തോന്നലാണ് അഭിമുഖകാരൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ തസ്ലീമയോടുള്ള എൻ്റെ യോജിപ്പും വിയോജിപ്പും മറ്റൊന്നാണ്. നമുക്കത് മാറ്റിവെക്കാം. അതിനേക്കാൾ തസ്ലീമ നസ്രീൻ്റെ സമര ജീവിതത്തോട് തോന്നുന്ന ഒരു ബഹുമാനം വല്ലാത്തൊരു ബഹുമാനമാണ്. അവർ അതേ തീ, അതേ ചൂര്, അതേ ചൂട് വർഷങ്ങൾക്കിപ്പുറത്തും സൂക്ഷിക്കുന്നു എന്നത് അത്ഭുതമാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയും പുസ്തകം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഫാസിസ്റ്റ് വിയോജിപ്പുകൾ അല്ലെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ സമരങ്ങളെക്കുറിച്ചുള്ള നമ്മളെ വർത്താനത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഫാസിസം എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് അതാത് സ്ഥലങ്ങളിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ശരിക്കും എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വേറെ ശക്തികളെയൊന്നും പോയി വിമർശിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചേർത്ത് പിടിക്കുന്നതെന്ന് കരുതുന്ന ശക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് തസ്ലീമയുടെ അഭിമുഖം കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അല്ല, തസ്ലീമ ക്ലാരിറ്റിയോടുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാടൊന്നും മാറ്റം തോന്നിയിരുന്നില്ല ബംഗാളിന് എന്ന് തസ്ലീമ എഴുതുന്നുണ്ട്. ബംഗ്ലാദേശ് അവരോട് കാണിച്ചതൊക്കെ ഏറെയും കുറഞ്ഞും ബംഗാളിൽ നിന്നും അവർക്ക് ഫീൽ ചെയ്തിരുന്നു. അവരുടെ പുസ്തകം അവിടെ നിരോധിക്കപ്പെട്ട പോലെ ഇവിടെ നിരോധിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്ന് അവർ പുറത്തു പോകണം എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ സർക്കാരും അവരോട് പുറത്തു പോകണം എന്ന് പറഞ്ഞിരുന്നു. അത് തസ്ലീമ നസ്രീൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പലപ്പോഴും നാം എങ്ങനെ കടന്നു വന്നു എന്ന തോന്നലുകളിലൊന്നുമല്ല പിൽക്കാലം നമ്മളുടെ രാഷ്ട്രീയം നിന്നിട്ടുള്ളത്. നാം പലതിനോടും കോംപ്രമൈസ് ചെയ്തും വളരെ ഇൻസ്റ്റൻ്റായി മാത്രം പൊളിറ്റിക്സിനെ കണ്ടും ഇന്ത്യ ഒട്ടുക്കും ഫാസിസത്തിനെതിരായി വലിയ സമരങ്ങൾ നടക്കുന്ന സമയത്ത്
ഇന്ത്യ കമ്മ്യൂണലായി ഭിന്നിക്കപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് മതത്തെ നാം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നൊരു വലിയ പ്രശ്നമാണ്. നമ്മളുടെ ഇലക്ഷൻ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രാദേശികമായി നാം സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്, എങ്ങനെയാണ് ജാതി സംഘടനകളെ കേരളം ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജാതി സംഘടനകളുടെ അധിപന്മാരെ കേരളം ട്രീറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിലുള്ള പല ജാതി സംഘടനകളിലെയും അധിപന്മാരെ ഇവിടുത്തെ ഭരണാധികാരികൾ മുഴുവനും ചേർന്ന് നിന്ന് അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൊന്നാട അണിയിച്ചും പുകഴ്ത്തിയും അവരെ മുഖ്യധാരയുടെ മുമ്പിൽ വലിയ ഫിഗറുകളായി അവതരിപ്പിക്കുകയാണ് നാം ചെയ്തത്. ഒരു ജാതിയുടെ പ്രതിനിധി, ഒരു മതത്തിൻ്റെ പ്രതിനിധിയൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ മഹാനായി ഒരേ സമയം നാം അവതരിപ്പിക്കുകയും അതേസമയം നാം ഇങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ജാതിയും മതവും ഒക്കെ പറഞ്ഞ ആളുകൾ ഭിന്നിച്ചു നിന്നാൽ കുഴപ്പമാണ്, ഇത് ഫാസിസത്തിൻ്റെ വഴിയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് അടിമുടി നമ്മിലുണ്ട്. ഈ ഇരട്ടത്താപ്പാണ് ഈ സൊസൈറ്റിയെ ഒരുപാടൊന്നും പുരോഗമിക്കാൻ സത്യത്തിൽ അനുവദിക്കാത്തത്. അപ്പോഴും ഞാൻ പറയും, പുതിയ തലമുറ അതിനെയും മറികടന്ന് പോവുകയാണ്. അവർ ഇതിലേക്കൊന്നും നോക്കുന്നേയില്ല. അവർക്ക് പലപ്പോഴും നിങ്ങളൊരു ജാതി സംഘടനയുടെ പേര് പറഞ്ഞ് അതിൻ്റെ അധ്യക്ഷൻ്റെ പേര് പറഞ്ഞാൽ അയാൾ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അതവരുടെ അജ്ഞതയാണ് എന്ന് പറയുന്നതിനേക്കാൾ ആ അജ്ഞതയിൽ കിടപ്പുണ്ട് ഇത്തിരി മധുരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറന്നോട്ടെ, ആ മറവിയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ തസ്ലീമയെ കുറിച്ച് പറയുമ്പോൾ ബാബറി മസ്ജിദിനെ കുറിച്ച് അവരൊരു അഭിപ്രായം പറഞ്ഞത്, ആ വിധി ഞാനായിരുന്നെങ്കിൽ 2.77 ഏക്കേഴ്സ് ഞാൻ ശാസ്ത്ര വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നിടത്ത് അവരുടെ തലച്ചോറിൽ ഒരു വെളിച്ചമുണ്ട് എന്ന് തോന്നി. ഞാൻ ഈ അടുത്ത് എം മൂന്തനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോവലിനകത്ത് മൂന്തേട്ടൻ എഴുതുന്നുണ്ട്, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ അമ്പലങ്ങളെല്ലാം ലൈബ്രറികളാക്കിയേനെ എന്ന്. അത് ഇക്കാലത്ത് എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്കാലത്ത് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്ന് തസ്ലീമ പറയുന്നു എന്ന അർത്ഥത്തിലാണ് അതിനെ കേൾക്കാൻ വേണ്ടി തോന്നുക. മത സംഘടനകളുടെ ഭൂമി, ജാതി സംഘടനകളുടെ ഭൂമി എന്നൊക്കെ പറയുന്ന തൊട്ടാൽ പൊള്ളുന്ന ഒന്നിനെ നാം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നത് നാം അങ്ങേയറ്റം ഇരട്ടത്താപ്പോടുകൂടെയും നാം അങ്ങേയറ്റം നമ്മളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടെയും മാത്രമാണ് ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഭാവി ഇന്ത്യ എങ്ങനെയാവണം എന്ന വിചാരത്തോടുകൂടെ ഇവിടുത്തെ കോടതിയോ ഇവിടുത്തെ ഭരണാധികാരികളോ ഒന്നും ഇത്തരം ഒരു വിഷയങ്ങളെയും തൊട്ടിട്ടേയില്ല. അതിൻ്റെ സങ്കടം തസ്ലീമയെ കേൾക്കുമ്പോൾ നമുക്കുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഞ്ചാവിൽ അവസാനത്തെ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എഴുതുന്നുണ്ട്. രാഹുൽ ഇടക്കാലത്ത് യാത്ര നടത്തിയ സമയത്ത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ കുറച്ചുകൂടെ ഏറ്റെടുത്തിരുന്നെങ്കിലെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളുടേതായ രീതികൾ അയാൾക്കുണ്ടാവും. അയാളുടെ ഒരു നേച്ചർ അനുസരിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പുള്ളിയുടെ ജീവിതമാണല്ലോ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആവശ്യപ്പെടുന്നതിന് ചില അനൗചിത്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവസാനത്തെ ഗാന്ധി എന്നെഴുതുന്ന സമയത്ത് ആ ടൈറ്റിലൊരു സംഗതിയുണ്ട്. അതെങ്ങനെയാണ് വായിക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ബിയോണ്ടാണ് ആ ടൈറ്റിൽ. ഗാന്ധി സ്വാതന്ത്ര്യാനന്തരം നടത്തിയ ഒരു സത്യാഗ്രഹം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. 1948 ആ സത്യാഗ്രഹം നടക്കുന്നത്. 47 ഇന്ത്യ സ്വതന്ത്രമാവുന്നു. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി പിരിയുന്നു. ആ പിരിയൽ ഉടമ്പടിയിൽ പാകിസ്ഥാന് കൊടുക്കാം എന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. ഈ രാജ്യം 2ആയി മുറിക്കപ്പെടുമ്പോൾ ആ രാജ്യം നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണകൂടം പാകിസ്ഥാൻ ഇത്ര കോടി രൂപ കൈമാറണമെന്ന കരാറിന്മേലാണ് വിഭജനം നടക്കുന്നത്. വിഭജനാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ ആ പണം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാശ്മീർ ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നു. ആ പ്രശ്നത്തിലെ പാകിസ്ഥാൻ നിലപാട് ഇന്ത്യ ചോദ്യം ചെയ്യുന്നു. പണം കൊടുക്കില്ല എന്ന നയം ഇന്ത്യ സ്വീകരിക്കുന്നു. അതിനെതിരായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സമരം നടന്നു. ആ സമരം ഗാന്ധി ഒറ്റയ്ക്കാണ് നയിച്ചത്. 5 ദിവസമാണ് ആ സമരം നീണ്ടു നിൽക്കുന്നത്. ഗാന്ധി തെരുവിൽ നിരാഹാരമിരിക്കുന്നു. 2ാമത്തെ ദിവസം ഇന്ത്യൻ ഭരണകൂടം ഗാന്ധിയുടെ മുമ്പിൽ പോയി ഞങ്ങൾ പണം കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യ പണം കൊടുക്കുന്നു. 5ാം ദിവസം ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുന്നു. ആ ഇരിപ്പ്, ആ ഒറ്റയാളായി ചേർന്ന് നിന്ന് നടത്തുന്ന സമരം
പിൽക്കാലം ആരിലൊക്കെ കണ്ടിട്ടുണ്ടോ, അയാളിൽ ഞാൻ ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. നാം നാം പലപ്പോഴും വലിയൊരു സമൂഹമായി മാത്രം സമരങ്ങളെ കണ്ട സമയത്ത് ചിലപ്പോൾ ഒറ്റപ്പെട്ട് ഒരാൾ നടത്തുന്ന, തോൽക്കുമെന്നുറപ്പിച്ച് ഒരാൾ നടത്തുന്ന മൂവ്മെൻറ്റുകളുണ്ട്. ആ മൂവ്മെൻറ്റുകളുടെ പേരാണ് എനിക്ക് ഗാന്ധി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരുപാട് വലിയ വിജയങ്ങളുടെ സിമ്പലായൊന്നും എനിക്ക് തോന്നിയ ആളല്ല. തോൽവി രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും എന്നെനിക്കറിയാം, ഞാനത് അതിനകത്ത് എഴുതുന്നുണ്ട്. അഥവാ നിങ്ങളെങ്ങാനും ഒരു നാൾ വിജയിച്ചാൽ ആ വിജയത്തിന് മുമ്പിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്ന കൺഫ്യൂഷൻ മാത്രമാണ് എനിക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണം ലക്ഷ്യം വെച്ച് നടത്തുന്ന പൊതു മിനിമം പരിപാടികളും ഭരണം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഗിമ്മിക്കുകളുമല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിലയിരുത്തലായി തീരേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ തെരുവിലായി പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ വന്നു നിൽക്കുന്നു, അയാൾ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കുന്നു, അയാൾ ആട്ടിയോടിക്കുന്ന മനുഷ്യർക്കിടയിൽ എങ്ങനെ പോയി നിൽക്കുന്നു, അയാൾ യൂണിവേഴ്സിറ്റികളിൽ പോയി കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു, ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ എന്ത് എന്നൊക്കെയുള്ള നോട്ടമാണ് അല്പം പ്രതീക്ഷയോടുകൂടെ രാഹുലിനെ നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കണ്ട മറ്റെല്ലാ കാഴ്ചകളും കേവലം അന്നന്നത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചരടുവലികളായിരുന്നു. നാളേക്കു വേണ്ടി, ഭാവി ഇന്ത്യക്കു വേണ്ടി, അത് യാത്രകളാവട്ടെ, സംസാരങ്ങളാവട്ടെ, പ്രതീക്ഷ നമുക്ക് നൽകുന്ന എന്തുമാവട്ടെ, ഭാവി ഇന്ത്യക്കു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും വ്യക്തിപരമായി ഞാൻ കണ്ട ഒരു കൗതുകം. അതുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നഷ്ടങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഉടനീളം നാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. അത് മുത്തശ്ശിയുടെ കീറിപ്പറഞ്ഞ്, വെടിയുണ്ട കൊണ്ട് കീറിപ്പറഞ്ഞു പോയ ഉടലാവട്ടെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കിട്ടാതെ ചിതറിത്തെറിച്ചു പോയ അച്ഛൻ്റെ ഉടലാവട്ടെ, ഇന്ത്യ എന്താണ് രാഹുലിന് കൊടുത്തത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഞാനത് സോണിയാഗാന്ധിയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്ത്യ എന്താണ് ഇവർക്കൊക്കെ കൊടുത്തത്? തീർച്ചയായും അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും അധികാരത്തിൻ്റെ തുടർച്ചയിൽ അവരുടെ പേരുണ്ടായിരുന്നു. പക്ഷേ തികച്ചും വ്യക്തിപരമായി അമ്മയുടെ ശരീരം, ഭർത്താവിൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ പോലും കഴിയാതെ ചിതറിത്തെറിച്ചു പോയ ഒരു മണ്ണിലാണ് പലപ്പോഴും അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടും ഇൻസൾട്ട് ചെയ്യപ്പെട്ടും ജീവിച്ചിട്ടുള്ളത്. രാഹുലിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനേക്കാൾ ഞാൻ ചേർന്ന് നിൽക്കാൻ ശ്രമിച്ച പേരാണ് സോണിയാഗാന്ധിയുടെ പേര്. ഈ രാജ്യത്തേക്ക് അവർ കടന്നു വന്ന സമയത്ത് അവർക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അവർക്ക് ഇവിടുത്തെ ട്രഡീഷനുകൾ അറിയില്ല. ഇന്നും ഇൻ്റർനെറ്റിനകത്ത് പലപ്പോഴും എതിരാളികൾ പ്രചരിപ്പിക്കുന്ന സോണിയാഗാന്ധിയുടെ പഴയ ചിത്രങ്ങളുണ്ട്, അല്പവസ്ത്രങ്ങളൊക്കെ ഇട്ട പഴയ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അവർ ഇറ്റലിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വസ്ത്രശീലങ്ങൾ അവരിവിടെ നിന്ന് പഠിച്ചെടുക്കുകയായിരുന്നു. അവർക്കിടുത്ത ഭക്ഷണശീലങ്ങൾ അറിയില്ല, ഇവിടുത്തെ ഭക്ഷണശീലങ്ങൾ അവരിവിടെ നിന്ന് പഠിച്ചെടുക്കുകയായിരുന്നു. ഈ രാജ്യത്തെ അവർ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ അവർ പഠിച്ചു വരുന്തോറും അവരുടെ ജീവിതം നാം ഒരറ്റത്തെടുത്ത് പരിശോധിക്കുമ്പോൾ അത് അടിമുടി കീറിപ്പറഞ്ഞു പോയ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സുകാരി എന്ന അർത്ഥത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാൾ എന്ന അർത്ഥത്തിലോ അല്ല രാഹുലിലേക്കോ സോണിയയിലേക്കോ ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മറിച്ച് അവരിലെ മനുഷ്യരിലേക്ക് കുറച്ചുകൂടെ കൗതുകത്തോടുകൂടെ നോക്കിയ നോട്ടങ്ങളായിരുന്നു അതെല്ലാം. നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നെഹ്റുവിൻ്റെ പ്രണയത്തെക്കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. പൊതുവിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന, എന്നാൽ ചിലപ്പോഴൊക്കെ പൊങ്ങി വന്നിട്ടുള്ള ഒരു കാര്യമാണ്, രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെട്ടൊരു കാര്യമാണ് നെഹ്റുവിൻ്റെ പ്രണയം. പക്ഷേ നമ്മളൊക്കെ കൗതുകത്തോടു കൂടി തന്നെയാണ് നെഹ്റുവിനെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു രാജ്യത്തെ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് വളരെ വിഷനോടുകൂടി കണ്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പ്രണയത്തെ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു തോട്ട് മാത്രമായിരുന്നു, അത് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു ചിന്ത അതിനകത്തുണ്ടായിരുന്നു? അപ്പോൾ രജനീഷ് ഇപ്പോൾ പറഞ്ഞ പോലെ നെഹ്റുവിനെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ എപ്പോഴും നെഹ്റുവിൻ്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് പറയും, നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് നിലപാടിനെക്കുറിച്ച് പറയും, നെഹ്റുവിന് കുട്ടികളോടുണ്ടായിരുന്ന വാത്സല്യത്തെക്കുറിച്ച് പറയും, നാം പലതിനെക്കുറിച്ചും പറയും. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പ്രേമത്തെക്കുറിച്ച് ആളുകൾ പറയാത്തതെന്ന് ഞാൻ ആലോചിക്കും. ഇന്ത്യയിൽ നിന്ന് മൗണ്ട് ബാറ്റൺ പോയതിന് ശേഷം മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുമായിരുന്നു നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു എന്ന ചർച്ച വലിയ വിവാദമായി അക്കാലത്തും ഇക്കാലത്തും നിലനിൽക്കുന്നത്. പോയതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറത്ത് മൗണ്ട് ബാറ്റൻ്റെ മകൾ അമ്മയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മൗണ്ട് ബാറ്റൻ്റെ മകൾ എഴുതുന്നുണ്ട്, ഇവിടെ നിന്ന് പോയതിന് ശേഷം അമ്മ അങ്ങേയറ്റം ദുഃഖിതയായിരുന്നു, അപ്പ എപ്പോഴും തിരക്കുകളിലായിരുന്നു. വൈസ്രോയിയുടെ ഭാര്യ
അമ്മയ്ക്ക് വേണ്ടത് പക്ഷേ ഭരണാധികാരങ്ങളായിരുന്നില്ല, അമ്മയ്ക്ക് വേണ്ടത് പ്രേമമായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് വല്ലപ്പോഴും അമ്മയെ തേടി വരുന്ന നെഹ്റുവിൻ്റെ കത്തുകളുണ്ടാവും. ആ കത്തുകൾ അമ്മയുടെ മുറിയിൽ കിട്ടുന്ന ദിവസം ആ മുറിക്ക് പുറത്തു നിന്നാൽ അകത്തു നിന്നൊരു സംഗീതോപകരണം പ്രവർത്തിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. മരണം കാത്തിരിക്കുന്ന 40 കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങളുടെ ഈ ഇരിപ്പ് മരണം കാത്തിരിക്കുന്ന ഏകാന്തതയുടെ ഒരു ഇരിപ്പാണ്. ആ ഇരിപ്പിൽ ഒരു സംഗീതോപകരണം പോലെ പ്രവർത്തിച്ചിരുന്നു നെഹ്റുവിൻ്റെ കത്ത് എന്ന് അമ്മയെ ഓർത്തുകൊണ്ട് മകൾ എഴുതുന്നുണ്ട്. ആ എഴുത്തിലെ നെഹ്റു എനിക്കൊരു വലിയ നെഹ്റുവാണ്. അങ്ങനെ പ്രേമിച്ച ഒരാളുടെ തുടർച്ചയിൽ അയാൾ ഭരിച്ച ഒരു രാജ്യത്ത്, ഒരു പ്രേമരാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന തോന്നലാണ്. ഞാനതിനകത്ത് അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഉമ്മ വെച്ചിരുന്നോ നെഹ്റുവും അവരും എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതാണ് ഉമ്മ. ഈ കാത്തിരിപ്പിനിടയിൽ ഒരു സംഗീതോപകരണം പോലെ വരുന്ന കത്തിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. ഞാനതിനിട്ട തലക്കെട്ടും എന്നെ യൂറോപ്യൻ ഉമ്മയുടെ രസം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ എന്നായിരുന്നു. നല്ല അധ്യായമായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഗാംഗുലി. ഒരുപക്ഷെ ഞാനൊക്കെ ക്രിക്കറ്റ് കളി കാണൽ അവസാനിപ്പിക്കുന്നൊരു ടൈമിലാണ് ഗാംഗുലി വീണ്ടും സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഷോട്ടുമായിട്ട് വീണ്ടും നമ്മൾ ക്രിക്കറ്റിൻ്റെ ആ ഒരു കൗതുകം, ഈ ഹാൻസി ക്രോണിയും അസുറുദ്ദീനും ഒക്കെ കൂടെ ചേരുന്ന ഒരു വിവാദം, കോഴ വിവാദം വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇതിങ്ങനെ അവസാനിപ്പിക്കണം, നമ്മൾ കുറച്ച് പൊളിറ്റിക്കലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ കളിയൊന്നും തുടരണ്ട, ഇതൊക്കെ കളിപ്പീരാണ് എന്നൊക്കെ വിചാരിച്ച് പുറകോട്ട് നിൽക്കുമ്പോഴാണ് ഗാംഗുലി വരുന്നത്. ഗാംഗുലിയുടെ ഷോട്ടും ദ്രാവിഡിൻ്റെ ഒരു കുത്തിപ്പിടിച്ചുള്ള നിപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് ഈ സച്ചിനെ നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന് തോന്നിക്കുന്ന സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ക്രിക്കറ്റ് വീണ്ടും ആരാധിക്കുന്ന ഒരു സമയത്താണ് ഈ ഗാംഗുലിയുടെ ഒരു വരവെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷ കംപ്ലീറ്റ് ഗാംഗുലിയിൽ ഏൽപ്പിക്കായിരുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടുണ്ടെങ്കിലും ആ മനുഷ്യനിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ പലതരത്തിൽ ചെല്ലുമ്പോഴും ചില ഏരിയാസിലൊക്കെ ഗാംഗുലിക്ക് പറ്റില്ല, അപ്പോൾ നമ്മൾ തന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ സ്ട്രോങ് ഏരിയാസിൽ ഭയങ്കര മനുഷ്യനായിരുന്നു. പക്ഷെ ഏത് കളിയും ജയിക്കാവുന്ന ഒരു ഇന്ത്യൻ ടീമിനെ നിർമ്മിക്കാൻ ഗാംഗുലിക്ക് പറ്റിയിരുന്നു. പക്ഷേ നിങ്ങൾ ഗാംഗുലിയുടെ ആവേശമല്ല കണ്ടത്, ഗാംഗുലിയുടെ പ്രണയത്തെ. അത് എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ. അത് വായിക്കുന്ന സമയത്ത് ഗാംഗുലിയെക്കുറിച്ച് അധികമൊന്നും പറയാതെ എന്നാൽ ഗാംഗുലിയുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഒരു എഴുത്തിന് സാധ്യതയുണ്ടല്ലേ എന്ന് തോന്നിയിരുന്നു. അത് അങ്ങനെ തന്നെ തേടിയത് എന്തുകൊണ്ടാണ്? മനുഷ്യനിലേക്കുള്ള നോട്ടങ്ങൾ എപ്പോഴും എന്താണ് മനുഷ്യനിൽ ഇത്ര കൗതുകം എന്ന് എനിക്കെപ്പോഴും തോന്നും. എനിക്ക് എൻ്റെ ചുറ്റിലും നടന്നു പോകുന്ന മനുഷ്യരിൽ വലിയ കൗതുകം, അത് ഗാംഗുലി ആവട്ടെ, അത് നെഹ്റുവിനെ ആവട്ടെ, അതിപ്പറഞ്ഞ ആരെ, അത് മോഹൻലാലിനെ ആവട്ടെ, ആരെ നോക്കുമ്പോഴും ഈ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു പ്രശ്നം സത്യത്തിൽ എനിക്കുണ്ട്. അതിൻ്റെ ഒരു സുഖമുണ്ട്. അതിൻ്റെ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും ഞാനത്ര പൊളിറ്റിക്കലി കറക്റ്റായ ഒരാളല്ല. ശരിക്കും പൊളിറ്റിക്കലി കറക്റ്റായ ഒരു ജീവിതം അങ്ങനെ രസമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളും അല്ല ഞാൻ. പൊളിറ്റിക്കലായിരിക്കുക എന്നും ജീവിതത്തിൽ ഇത്തരം എല്ലാ രസങ്ങളും ജീവിതത്തോട് കൂട്ടിപ്പിടിച്ച് ജീവിച്ച് തീർക്കുക എന്നതും തന്നെയാണ് എൻ്റെ ജീവിതത്തിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കൊതിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു പ്രശ്നം ശരിക്കും മനുഷ്യരിലേക്കുള്ള എൻ്റെ നോട്ടങ്ങൾക്കുണ്ട്. ആ നോട്ടമാണ് ഗാംഗുലിയെ ഞാൻ നോക്കിയിട്ടുള്ളത്. അന്ന് ഗാംഗുലിയോളം തന്നെ പ്രിയപ്പെട്ടയാളായിരുന്നു എനിക്ക് നഗ്മയും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നഗ്മ ഞങ്ങളെയൊക്കെ ഭയങ്കരമായി ആവേശം കൊള്ളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീത ബിജലാനിയും അസറുദ്ദീനും പ്രേമിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഗാംഗുലിയെപ്പോലൊരാൾ നഗ്മയെ കൊണ്ടുപോകുന്ന അക്കാലത്തൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ കൊണ്ടുപോവേണ്ടിയിരുന്നില്ല നഗ്മയെ ഗാംഗുലി എന്നൊരു അസൂയ സത്യത്തിൽ ആ കുറിപ്പിലുണ്ട്. ഈ നഗ്മ സ്റ്റൈൽ താൻ സൂപ്പർ. അതെ അതെ അതെ, ഭാഷയായിരുന്നു അക്കാലത്ത് മാത്രമല്ല അന്നു മുതൽ ഇന്ന് വരെ മാണിക് ഭാഷ ഉയർത്തിയ ഒരു വെല്ലുവിളി, ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ. ആ വേഷങ്ങളിലൊക്കെ നഗ്മയെ കണ്ടാണ് നഗ്മയെ നാം വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിനിടയിലാണ് നഗ്മ പോയി എന്നൊരു ദിവസം തിരിച്ചറിയുന്നത്. അത് വല്ലാത്ത സങ്കടമാണ്. ഈ ചേതൻ ഭഗതുമായിട്ട് ഈ വർത്തമാന പുസ്തകത്തിലുള്ള ഇൻ്റർവ്യൂവിൽ കുറച്ചൊരു വിയോജിപ്പുണ്ടായിരുന്നു. ഇപ്പം ഓരോ 17 മിനിറ്റിലും അയാളുടെ ഒരു പുസ്തകം വിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന പലർക്കും അത്തരത്തിൽ ചെയ്യാം. ഇപ്പോൾ അഖിൽ
പി ധർമ്മജൻ്റെ പുസ്തകം തന്നെ സോഷ്യൽ മീഡിയ ആണ് അതിൻ്റെ ശരിക്കുള്ള വിൽപ്പനയ്ക്ക് ആധാരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. പുസ്തകം നല്ലതായിരുന്നാലും നമുക്ക് വിൽക്കണമെങ്കിൽ അതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം എന്നുള്ളിടത്താണ് ചേതൻ ഭഗത് ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ചില വിയോജിപ്പുകൾ ആ മനുഷ്യനോട് കാണിക്കുന്നത് ഇൻ്റർവ്യൂവിൽ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയും ചെയ്യുമല്ലേ എന്ന് വിചാരിച്ചൊരു ഇൻ്റർവ്യൂ ആണ് ചേതൻ ഭഗതിൻ്റെ. ഇപ്പോൾ അഖിലിൻ്റെ പേര് പറയുമ്പോൾ പുതിയ എഴുത്തുകാരുടെ ഒക്കെ പേര് പറയുമ്പോൾ അവരൊക്കെ വ്യക്തിപരമായി വലിയ സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. ചേതൻ്റെ മുമ്പിൽ ഇരുന്നപ്പോഴും ഇപ്പോൾ ചേതനെക്കുറിച്ച് പറയുമ്പോഴും ചേതനോട് അങ്ങേയറ്റത്തെ ബഹുമാനം എനിക്കുണ്ട്. ഈ ബഹുമാനത്തിനിടയിലും ചേതനോട് എനിക്കുള്ള വിയോജിപ്പുകൾ ചേതന മുമ്പിലിരുന്ന് തന്നെ പ്രകടിപ്പിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞത്. വിപണിയല്ല പുസ്തകങ്ങളെ നിലനിർത്തുക എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. വിപണിയാണ് നിലനിർത്തുന്നതെങ്കിൽ ഇന്ന് നിലനിൽക്കേണ്ടിയിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒരുപാടേറെ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളെയാണ് കാലം പുസ്തകങ്ങളായി അവശേഷിപ്പിക്കുന്നതെങ്കിൽ നാം ഇന്ന് പറയുന്ന പല പേരുകളും നമുക്ക് പറയാനുണ്ടാവില്ല. മലയാളത്തിൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന എഴുത്തുകാരിൽ ഒരാൾ OV വിജയനാണ്, മറ്റൊരാൾ ആനന്ദാണ്. എത്ര വിറ്റിട്ടുണ്ടാവും ആനന്ദിനെ? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനപ്പുറത്ത് OV വിജയൻ എത്ര വിൽക്കപ്പെട്ടിട്ടുണ്ടാവും മലയാളത്തിലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. എത്ര പതിപ്പുകൾ വിറ്റിട്ടുണ്ടാവും ഗുരുസാഗരം, എത്ര വിറ്റിട്ടുണ്ടാവും പ്രവാചകൻ്റെ വഴി എന്നതൊക്കെ പ്രശ്നമാണ്. ആനന്ദിനെ നാം എത്ര വിറ്റിട്ടുണ്ടാവും? ഇപ്പോഴും MD വാസുദേവൻ നായരെക്കുറിച്ച് നാം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സക്കറിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, NS മാധവനെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നാം ആ പേരുകളൊക്കെ പറഞ്ഞു പോകുന്നു? എന്തുകൊണ്ട് M മുകുന്ദൻ, എന്തുകൊണ്ട് T പത്മനാഭൻ എന്നൊക്കെ, എന്തുകൊണ്ട് മാധവിക്കുട്ടി എന്നൊക്കെ നാം ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായും ക്രാഫ്റ്റിൻ്റെ ഭംഗിയോട്, ക്രാഫ്റ്റ് ഉണ്ടാക്കിയ ശക്തിയോടുള്ള നമ്മളുടെ കാമനകളൊക്കെയാണ് ഇവിടെ പുസ്തകങ്ങളെ നിലനിർത്തിയിട്ടുള്ളത്. അത് മാറി വിപണിയാണ് പുസ്തകത്തിനെ നിലനിർത്തുന്നതെങ്കിൽ ഇക്കാലത്ത് ഡാൻ ബ്രൗണാണ് സാഹിത്യത്തിൽ അവശേഷിക്കുക എന്ന് നാം പറയേണ്ടി വരും. ഡാവിഞ്ചി കോഡ് വിറ്റ എണ്ണം വെച്ചിട്ടാണ് നാം പറയുന്നതെങ്കിൽ അതെല്ലാ കാലത്തും. ഇപ്പോൾ ബഷീറിനെയും തകഴിയെയും വിറ്റ കാലത്ത് അതിനേക്കാൾ കൂടുതൽ വിറ്റിട്ടുണ്ടാവും പമ്മനെ മലയാള സാഹിത്യം. പക്ഷേ നമുക്ക് പമ്മനും ബഷീറും തന്നെയാണ്. മുട്ടത്ത് വർക്കിയും നമുക്ക് MT വാസുദേവൻ നായരും തന്നെയാണ്. രണ്ടുപേരെയും സമീകരിച്ച് വായിച്ചിട്ടില്ല സാഹിത്യം ഒരിക്കലും. ഇത് രണ്ടും രണ്ട് ശാഖയാണ് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെയാണ് നാം ഇതിനെ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിപണി ഉയർത്തുന്ന സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ഭാവി സാഹിത്യം നിലനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ വിചാരം ചേതനോടുള്ള എൻ്റെ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ നേരത്തെ സോഷ്യൽ മീഡിയ പുസ്തകങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് രജനീഷ് പറയുന്ന സമയത്ത് ഞാൻ റീലുകളെക്കുറിച്ച് ആലോചിക്കും. റീലുകളാണ് പുസ്തകങ്ങളെക്കുറിച്ച് മിക്കതും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരിക്കൽ എന്ന് പറയുന്ന എൻ മോഹനൻ്റെ പുസ്തകം അദ്ദേഹം മരിച്ചൊരുപാട് വർഷങ്ങൾക്ക് ശേഷം വലിയ ട്രെൻഡായി സോഷ്യൽ മീഡിയക്കകത്ത് വന്നു. ഒരിക്കലിനെ കുറിച്ച് വന്ന എല്ലാ റീലുകളിലും ഞാൻ കാണുന്നത് ഒറ്റ വരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞ് എഴുതിയ ഒരേ വരി വെച്ചുള്ള റീലുകളാണ് പുറത്തു വന്നത്. കഞ്ചാവ് പുറത്തു വന്നപ്പോഴും കുറേ റീലുകൾ പുറത്തു വന്നു. അതിനോടൊന്നും വ്യക്തിപരമായി അതിലൊന്നും വലിയ ആനന്ദമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ പുസ്തകം ആളുകൾ വായിക്കുന്നു എന്നതിൽ തീർച്ചയായും എല്ലാ എഴുത്തുകാർക്കുമുള്ള സന്തോഷം ഞാനും അനുഭവിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ സന്തോഷം എനിക്കുണ്ട് തീർച്ചയായും. പക്ഷേ പുറത്തു വരുന്ന റീലുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പുറം ചട്ടയിൽ എഴുതിയ 4 വരിയാണ് റീലുകളായി വരുന്നത്. അപ്പം ഞാൻ ചിന്തിക്കും, ഇതിനകത്ത് നിന്ന് പെറുക്കിയെടുക്കാൻ മറ്റൊന്നും എന്താണ് ആളുകൾക്ക് കിട്ടാത്തത്? എന്താണ് ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് മറ്റൊരു വരിയും ആളുകൾക്ക് പെറുക്കിയെടുക്കാൻ കിട്ടാത്തത്? അപ്പോൾ ആളുകൾ ഈ റീലുകൾ നിർമ്മിക്കുന്നത് ഈ പുസ്തകങ്ങൾ അവരെ മോഹിപ്പിച്ചത് കൊണ്ടാണോ? ഈ പുസ്തകം ഒരു മോഹവസ്തുവായി കണ്ട് ഇതിനുള്ളിൽ നിന്ന് അവരെ പ്രലോഭിപ്പിച്ച ഒരു വരി പെറുക്കിയെടുത്താണോ അവരിത് സംസാരിക്കുന്നത്? ആണെങ്കിൽ എങ്ങനെയാണ് ഇത്തരം സ്റ്റീരിയോ ടൈപ്പ് റീലുകൾ ഉണ്ടാവുന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കും. ഏകരൂപിയായിരുന്നു പലപ്പോഴും പുസ്തകങ്ങളുടെ പ്രചാരണങ്ങളിൽ പ്രവർത്തിച്ച ഇത്തരം റീലുകളെല്ലാം എന്നൊരു സങ്കടം അതെൻ്റെ പുസ്തകമായാലും സമാനമായി മലയാളത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏത് പുസ്തകമായാലും എനിക്കുണ്ട്. അതുകൊണ്ട് വിൽപ്പന തീർച്ചയായും പുസ്തക വിപണിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ വിപണി വ്യക്തിയെ അവശേഷിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് എൻ്റെ വ്യക്തിപരമായ ഉത്തരം, വിപണി ഒരിക്കലും വ്യക്തിയെ അവശേഷിപ്പിക്കില്ല. വ്യക്തിയുടെ ക്രാഫ്റ്റിൻ്റെ ശക്തി മാത്രമേ ലിറ്ററേച്ചറിൽ അയാളെ നിലനിർത്തൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് എഴുതി കാണാത്ത ഒരാളെക്കുറിച്ച്
ആനന്ദിനെ കുറിച്ച് പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനൊരു ആനന്ദിനെ മാത്രം വായിച്ചൊരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരുടെയൊക്കെ വായന ഒരുപക്ഷെ 10-23 വയസ്സിൽ അവസാനിച്ചു പോയിട്ടുണ്ട്. പിന്നെ തുടർന്നത് ആനന്ദിനെയായിരുന്നു വായിച്ചിരുന്നത്. ഒരുപക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു വഴിയായിരുന്നു ആനന്ദ് എന്ന് പറയുന്നത്. വ്യാസനും വിഘ്നേശ്വരനും നോബൽ പ്രൈസ് കിട്ടണം, അതിനത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതെൻ്റെ വിട്ടിത്തരമായിരിക്കാം, പക്ഷേ ഞാൻ അത്രയും ഫോളോ ചെയ്തിരുന്ന, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിരുന്നൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടായിരിക്കും ആനന്ദിൽ ഒരുപക്ഷെ ആനന്ദിനെ എടുത്തു പറഞ്ഞതുകൊണ്ടും ആനന്ദിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചതുകൊണ്ടും ചോദിക്കുക, ഒരു വായനാ സുഖത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ആനന്ദിനെ എപ്പോഴും ആശ്രയിച്ചത്. അതുകൊണ്ടായിരിക്കും ബാക്കി എല്ലാ സുഖങ്ങളും അവസാനിച്ചപ്പോഴും ആനന്ദിൻ്റെ വായന തുടർന്നുകൊണ്ടേയിരുന്നു. അത് നോവലും ഫിക്ഷനും മറ്റ് തരത്തിലുള്ള ലേഖനങ്ങളും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കുക. അവസാനം എഴുതിയതുവരെ വായിച്ചു തീർത്താലേ ഉറക്കം വരുള്ളൂ എന്നൊരവസ്ഥയായിരുന്നു നമ്മുടെ ആനന്ദ്. ഉള്ളിലുള്ള പലതരം പ്രശ്നങ്ങൾക്കുള്ള സ്പേസ് എപ്പോഴും ആനന്ദിൻ്റെ നോവലുകളിൽ ഇട്ടുപോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പുസ്തകം തീർച്ചയായും ഗോവർദ്ധൻ്റെ യാത്രകളാണ് ആനന്ദിനെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആനന്ദായി നമ്മളുടെയൊക്കെ കാലത്തുള്ള വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നെങ്കിലും മരുഭൂമികൾ ഉണ്ടാവുന്നത് ഞാൻ എപ്പോഴും ഏറ്റവും പേഴ്സണലായി സൂക്ഷിക്കുന്ന ആനന്ദിൻ്റെ പുസ്തകങ്ങളിലൊന്നാണ്. അതിലെ നായകൻ്റെ പേര് കുന്ദൻ എന്നായിരുന്നു. റൂത്തായിരുന്നു നായിക. മരുഭൂമിയിലൊക്കെ പോയി കുറേ ദിവസത്തിന് ശേഷം റൂത്ത് കുന്ദൻ അയക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിനകത്ത് റൂത്ത് പറയുന്നുണ്ട്, കുന്ദൻ, ഒറ്റപ്പെട്ടൊരു സ്ഥലം തേടിയായിരിക്കുമല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അതിലേതാണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയും താമസിയാതെ വരാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചോദ്യങ്ങളിൽ ഒന്നാണത്. നാം എന്തെല്ലാമൊക്കെയോ ആഗ്രഹിച്ച് പലതും നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷനാവട്ടെ, അത് വിവാഹമാവട്ടെ, അത് പ്രണയമാവട്ടെ, എന്തോ ഒരിടത്ത് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതം. എത്തിച്ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നാം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബാക്കിയും ക്രമേണ നമ്മുടെ മുമ്പിൽ വരാതിരിക്കില്ല, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും എന്നൊരു ചോദ്യം. സോ രജനീഷ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ കൺഫ്യൂഷനുകളുടെ ഇടം ആനന്ദിൻ്റെ പുസ്തകങ്ങളിൽ എപ്പോഴും ഉണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ചിലയിടങ്ങളിൽ എക്കാലത്തേക്കുമായി പെട്ടുപോകുന്ന മനുഷ്യരുമാണ്. മരുഭൂമികൾ അവസാനിക്കുന്ന സമയത്ത് കുന്ദന നാട്ടിൽ കാണുന്ന സമയത്ത് ഒരാൾ കുന്ദനോട് ചോദിക്കുന്നുണ്ട്, കുന്ദൻ, നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുന്ദൻ പറയും, റൂത്ത്. അവളിപ്പോൾ എവിടെയാണ്? അവളിപ്പോൾ മരുഭൂമിയിലാണ്. നിങ്ങൾ എപ്പോഴാണ് മരുഭൂമിയിൽ നിന്ന് പോകുന്നത്? കുന്ദൻ മരുഭൂമിയിൽ നിന്ന് പോന്നിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചോദ്യം. കുറച്ച് ആലോചനകൾക്ക് ശേഷം കുന്ദൻ പറയും, ഞാൻ മരുഭൂമിയിൽ നിന്ന് പോന്നിട്ടില്ല സാർ, ഞാനിപ്പോഴും മരുഭൂമിയിലാണ്. സത്യത്തിൽ നാം കിട്ടിയത് നാം മറികടന്നു പോന്നു എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരിലോ ചില ഇടങ്ങളിലോ ഒക്കെ കുടുങ്ങിക്കിടക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ആനന്ദിനെ തേടുന്നതിൽ ഒരു രസമുണ്ട്. ഈ ആനന്ദിനെ കുറിച്ച് ഞാൻ നല്ലോണം സംസാരിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മരുഭൂമികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഇത്രയും നന്നായിട്ട് എന്നോട് പറയുമ്പോൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഞാൻ ഇനിയും വായിക്കണം എന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് വായിച്ചത്. ഈ സെന്റൻസ് സ്ട്രക്ചറൊക്കെ അന്ന് കിടക്കുന്നതാണ് മനസ്സിനകത്ത്. ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലതാണ്. ഈ ഭാഗങ്ങൾ ഞങ്ങൾ പിന്നീട് ഒരിക്കൽ തുടരും. പക്ഷേ നമുക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് സിനിമയുടെ വേറെ ഒരു ഡീറ്റെയിൽസും പറയാതെ ക്രൂരനായി നിങ്ങൾ അവസാനിപ്പിച്ചു പോകരുത്. ശരിക്കും ആരെയൊക്കെയാ മനസ്സിൽ വെച്ചേക്കണേ? എന്തൊക്കെയാ പറയാൻ പറ്റണേ? ആദ്യത്തെ സിനിമയിൽ കുട്ടികളായിരിക്കണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റും എപ്പോഴും കുട്ടികളായിരുന്നു. അവരുടെ പ്രായത്തിൻ്റെ രസങ്ങളാണ്, അവരുടെ പ്രേമം പറച്ചിലുകളാണ്, അവരുടെ പ്രണയദാഹങ്ങളാണ്, അവരുടെ പിരിയലുകളാണ്, അല്ലെ, ബ്രേക്കപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുടെ പ്രശ്നങ്ങളാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ കഴിഞ്ഞ 10-20 വർഷക്കാലം ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ട് ഞാൻ അവരിൽ നിന്ന് കൗതുകത്തോടെ നോക്കിക്കണ്ടതിനെ എല്ലാം കൂടെ ആവിഷ്കരിക്കുന്നൊരു സിനിമയാവണം ആദ്യത്തെ സിനിമ എന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ഇപ്പോൾ ട്രെൻഡിങ്ങായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വാഴയിലാവട്ടെ, ഗുരുവായൂരമ്പല നടയിലാവട്ടെ, അങ്ങനെയുള്ള പുതിയ സിനിമകളിൽ നാം കാണുന്ന ചെറുപ്പക്കാരെല്ലാം അണിനിരക്കുന്ന ഒരു സിനിമയായിരിക്കും. ക്ലൂ നിങ്ങൾക്ക് കിട്ടിയേ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. മാത്രമല്ല അതിനൊപ്പം മലയാളത്തിൻ്റെ മറ്റൊരു നിര കൂടെ, പല സിനിമകളിലും നായകന്മാരായൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു നിര കൂടെ തീർച്ചയായും ഉണ്ടാവും. മലയാളം
ട്രെൻഡിങ് ആയി കൊണ്ട് നടക്കുന്ന ഒരുപാടേറെ മികച്ച പാട്ടുകൾ എഴുതിയവരും മികച്ച പാട്ടുകൾ നമുക്ക് തന്നവരൊക്കെ ഉണ്ടാവും. പാട്ടിന് വലിയ പ്രാധാന്യമുള്ള സിനിമയാണ്. ഒറ്റ കാര്യം കൂടെ, അത് ആമിർ എന്നോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. NSS ക്യാമ്പാണ് സിനിമ. നമ്മളൊക്കെ കോളേജ് കാലത്ത് ഏറ്റവും രസമായി സെലിബ്രേറ്റ് ചെയ്ത ഒന്നാണ് NSS ക്യാമ്പ്. മലയാളം സിനിമകൾ പലപ്പോഴും ടൂറുകളെയും അങ്ങനെ പലതിനെയും സിനിമക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഴുനീള NSS ക്യാമ്പ് മലയാള സിനിമയിൽ ഇതുവരെയും ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ആദ്യമായി മലയാള സിനിമയിൽ ഒരു NSS ക്യാമ്പ് സംഭവിക്കുകയാണ്. ഒരു 5-10 ദിവസത്തെ NSS ക്യാമ്പിൻ്റെ മൂഡിൽ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പ്രേമ പടമായിരിക്കും. അടിപൊളി. പഴയ വോളണ്ടിയേഴ്സിനെല്ലാം ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ശരിക്കും ഗൗരവമുള്ളൊരു ചർച്ചയ്ക്കൊന്നും അല്ല വന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വർത്തമാന പുസ്തകം എന്ന് പറയുന്നത് ഗൗരവമുള്ള ചർച്ച മാത്രം സാധ്യമാക്കുന്നൊരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഒരു ലൈറ്റർ വേർഷൻ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് സുമുഖനും സുന്ദരനുമായിട്ടുള്ള നിങ്ങളുടെ അടുത്ത് ഞാൻ വരുമ്പോൾ ശരിക്കും ഹാർഡർ വേർഷൻ ആയിപ്പോയോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. മലയാളത്തിൽ ഒരുപാടേറെ അഭിമുഖങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത്, അഭിമുഖങ്ങളുടെ തിക്കുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇത്തരം ഒരു വിഷ്വൽ മീഡിയ അഭിമുഖമോ സംസാരമോ ഒന്നുമല്ല ഞാൻ നടത്തിയിട്ടുള്ളതെങ്കിലും അങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ പോലും ഇതൊന്നും അല്ലാത്ത ഒരു രൂപത്തിൽ എങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഇടം കണ്ടെത്താം എന്ന അന്വേഷണമാണ് എന്നെ എപ്പോഴും ഒരു അഭിമുഖ കസേരയിൽ ഇരുത്തിയിട്ടുള്ളത്. ആ അന്വേഷണത്തിൻ്റെ സ്പേസ്, അതിൻ്റെ എക്സ്ട്രീമിൽ ഞാൻ ആസ്വദിച്ച ഒരാളാണ് രജനീഷ്. അത് സീമ ചേച്ചിയുടെ ഇൻ്റർവ്യൂവിലായാലും, അത് ഗോപി സുന്ദറിൻ്റെ ഇൻ്റർവ്യൂവിലായാലും, അത് ശ്രീകുമാരൻ തമ്മിയുടെ ഇൻ്റർവ്യൂവിലായാലും, അതിൻ്റെ ഡൈവേഴ്സിറ്റിയുടെ കരുത്തുകൊണ്ടും അത് കാലങ്ങൾക്കപ്പുറത്തേക്ക് നിൽക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടുമൊക്കെ രജനീഷിൻ്റെ കോൺട്രിബ്യൂഷൻ, ഈ ശാഖയ്ക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് രജനീഷിൻ്റെ അഭിമുഖ ജീവിതത്തിൻ്റെ തലക്കെട്ടാണ് സത്യത്തിൽ വർത്തമാന പുസ്തകം. താങ്ക് യു. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.